ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിങ്കിൾസ്. ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഡിഷ് ചെയ്യാം. ബസ്ബൂസ അല്ലെങ്കിൽ റവ കേക്ക് എന്ന് പറയും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഇത്. ബേക്ക് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് കൂടെ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്വീറ്റാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ രോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ബസ്ബൂസ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന വറുത്ത റവയാണ്. പിന്നെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചെറുതായിട്ട് ചിരകിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. മൈദ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര അത് 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പഞ്ചസാര, മൈദ, ഇതിനോടൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കോഴിമുട്ടയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 നുള്ളു കുങ്കുമപ്പൂവ് പാലിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പാൽ നമുക്ക് കുറച്ചൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാൽ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുങ്കുമപ്പൂവ് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ പാലിൽ കുറച്ച് ഇട്ടിരുന്നാൽ മതിയാവും. നമ്മളിതിലേക്ക് ചേർക്കുന്ന പാല്, മുട്ട ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഇനി 2 ഡ്രോപ്പ് ആൽമണ്ട് എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അതും കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ആൽമണ്ട് എസൻസിന് നല്ലൊരു സ്ട്രോങ് സ്മെല്ലും ഫ്ലേവറും ഉണ്ട്. അതുകൊണ്ട് അത് 1 ഡ്രോപ്പ് എടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്നും 2-3 ഡ്രോപ്പ് മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇരിക്കുന്ന ബൗളിലേക്ക് ഇത് കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കുറച്ചൊഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ഒഴിക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ബേക്ക് ചെയ്താണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ബേക്കിംഗ് ട്രേ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിൽ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രേയുടെ അകത്ത് നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നമുക്ക് ട്രേ ഒന്ന് കറക്കി കൊടുക്കാം. അധികം വരുന്ന മാവ് നമുക്ക് മാറ്റാം. അങ്ങനെ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ട്രേയിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒരു കത്തി വെച്ച് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പീസസ് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ബേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ക്രസ്റ്റ് ഫോം ചെയ്തിട്ട് അത് പൊടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മൾ കത്തി ഒരുപാടങ്ങ് താഴെ കൊണ്ടുപോകുന്നില്ല, ജസ്റ്റ് മുകളിൽ കൂടെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ആൽമണ്ട്സ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ അവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്
ഒന്ന് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 25 to 30 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മതി. ഓക്കെ, ഇത് മതിയാവും. അങ്ങനെ അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ റവ കേക്ക് അല്ലെങ്കിൽ ബസ്ബൂസ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ടോപ്പിലൊക്കെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് അത്രയും അങ്ങ് സോക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ബസ്ബൂസ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റിയും നല്ല ജ്യൂസിയുമായിട്ടുള്ള ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.